ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് എന്നത്തെ പോലെ ഇന്ന് ഞാൻ വന്നിട്ടുണ്ട് കുട്ടികളെ. വാ, ഇന്ന് ഞാൻ വന്നൊരു കുക്കീസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഒരു കുക്കീസിന് എന്തൊക്കെയാണ് ആവശ്യമുള്ള സാധനങ്ങളെന്ന് നോക്കാം. ഞാനിവിടെ 4 മുട്ട എടുത്തിട്ടുണ്ട്. 4 മുട്ട എടുത്തിട്ടുണ്ട്. ഒരു മുട്ട മാറ്റി ചെറിയ മുട്ടയാണ്. വലിയ മുട്ടയാണെങ്കിൽ 3 മുട്ട മതി കേട്ടോ. വലിയ മുട്ടയാണെങ്കിൽ 3 മുട്ട മതി. ഇത് കുറച്ച് ചെറുതായതുകൊണ്ടാണ് 4 മുട്ട എടുത്തത്. പിന്നെ 400 ഗ്രാം ബട്ടർ ഞാൻ എടുത്തിട്ടുണ്ട്. കണ്ട, ഉപ്പുള്ള ബട്ടറാണ്, അപ്പോൾ ഇതിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണ്ട. ചോക്ലേറ്റ് ചിപ്സാണ് 235 ഗ്രാം ഉണ്ട് ഒരു പാക്കറ്റ് ചോക്ലേറ്റ് ചിപ്സ്. പിന്നെ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കിൻഡർ ചോക്ലേറ്റ് ആണ്. കണ്ടല്ലോ, ഇതുപോലെ ഞാൻ മുറിച്ച് വെച്ചേക്കാണ്. പാക്കറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ മൈദയാണ്. ഒരു 3 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് നോക്കാം. ഇതുപോലെ ഒരു ബോൾ ഞാൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് പഞ്ചസാര ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ഇതിലൊരു 3/4 കപ്പ് വൈറ്റ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഫുള്ള് വേണ്ട കേട്ടോ, 1.5 കപ്പ് മതി. 1.5 കപ്പിൻ്റെ ആവശ്യമുള്ളൂ. ഇതൊരു 3/4 കപ്പ് ഉണ്ട്. കണ്ടല്ലോ, 3/4 കപ്പ് വൈറ്റ് ഷുഗർ. അതേ സെയിം അളവിൽ 3/4 കപ്പ് ബ്രൗൺ ഷുഗറാണ്. കണ്ടല്ലോ, അതിലോട്ട് ഒരു 3/4 കപ്പ് ബ്രൗൺ ഷുഗറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കും. കണ്ടല്ലോ, ഇത് 100 ഗ്രാമിൻ്റെയാണ്. മറ്റേ വലിയ ബട്ടർ 200 ഗ്രാമിൻ്റെ ബട്ടറാണ്. ഇത് നമുക്ക് അതിനകത്തോട്ട് നല്ല കണ്ടല്ലോ സോഫ്റ്റാക്കി, ഞാൻ കൂളൊന്നുമില്ലാതെ സോഫ്റ്റാക്കി എടുത്ത് വെച്ചേക്കണേ. ഹാൻഡ് ബീറ്റർ വെച്ചാണ് ഞാൻ ഇത് അടിക്കാൻ പോകുന്നത്. കണ്ടല്ലോ, ഹാൻഡ് ബീറ്ററാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ആദ്യം ഒന്ന് കുത്തിയിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഉടയ്ക്കാം. അപ്പോൾ കുറച്ചും കൂടെയൊക്കെ നമുക്ക് ഇത് കിട്ടും അടിക്കാം. അപ്പോൾ ഇത് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാം. ബിസ്മില്ലാ. ഇത് നിങ്ങൾക്ക് പഞ്ചസാര പൊടിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഈസിയാണ്. ഞാൻ പൊടിക്കാൻ നിന്നില്ല. ഇനി അതിലോട്ട് നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുക്കാം. വാനില എസൻസാണ് ഞാൻ ഒഴിക്കാൻ പോകുന്നത്. വനില എസൻസ് ഒഴിച്ച് കൊടുത്തിട്ട് വനില എസൻസാണ്. അതിൽ നിന്നോട്ട് ഒരു 1/2 ടീസ്പൂൺ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് വീണ്ടും നമുക്കിതൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ചെറിയ സ്പീഡിൽ 2 കപ്പ് ഞാൻ ഇട്ട് കൊടുത്തു. അത് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ്. ഇത് 1/2 ടീസ്പൂണിൻ്റെതാണ്. പിന്നെ 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. 2 ടീസ്പൂണാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഇത് അരയാണ്. അപ്പോൾ അര വെച്ച് 4 എണ്ണം ഇട്ട് കൊടുക്കണം. 1 2 3 4 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ഞാൻ അതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമുക്കിനി ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് ഇതിലോട്ട് നമുക്കുള്ള ചോക്ലേറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ചോക്ലേറ്റ് ചിപ്സ് ഇതിലോട്ട് നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 235 ഗ്രാം ചോക്ലേറ്റാണ് ഇതിലോട്ടുള്ളത്. ചോക്ലേറ്റ് ചിപ്സാണ്. അത് ഇതിനകത്തോട്ടിട്ട് നമുക്കിതൊന്ന് മിക്സാക്കി എടുക്കാം. ഇത് നമുക്ക് ക്ലീൻ ഫിലിം ഡ്രാപ്പ് ചെയ്തിട്ട് ഒരു 20 മിനിറ്റ് മാറ്റി വയ്ക്കും. നമ്മളെ കുക്കീസിൻ്റെ മാവ് ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് ക്ലിയറാക്കി എടുക്കാമല്ലോ. ഞാൻ ഇതുപോലെ ഒരു ഐസ്ക്രീം സ്ക്യൂബറാണ് എടുത്തിട്ടുള്ളത്. കണ്ടു കാണി. അപ്പോൾ ഇത് ചെറുതാണ്. വലുതും ഉള്ളവർക്ക് വലുതും ആവശ്യമുള്ളവർക്ക് വലുത് എടുക്കാം. എനിക്ക് ചെറുത് വേണ്ടി. അപ്പോൾ ഞാൻ ഇതാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പം പിന്നെ അടുത്തത് ഞാൻ ഇതുപോലെ ഒരു ട്രേ ബട്ടർ പേപ്പർ വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഓവൻ ഞാൻ ഫ്രീ ഹീറ്റാക്കി ഇട്ടിട്ടുണ്ട്. 140 ഡിഗ്രിയിൽ ഫ്രീ ഹീറ്റാക്കി ഇട്ടേക്കാണ്. അപ്പോൾ നമുക്കിത് കുക്കീസ് എങ്ങനെയാണ് ഇതിലോട്ട് വെച്ചിട്ട് ഇത് നമുക്കൊന്ന് കോരിയെടുക്കാം. ഇതുപോലെ ഒന്ന് നമുക്ക് ഈ സ്റ്റൂവ് വെച്ച് നമുക്കിതൊന്ന് കോരിയിട്ട് നമുക്ക് ട്രേയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ചോക്ലേറ്റ് ഞാൻ ഇതുപോലെ ഒടിച്ച് കിൻഡർ ചോക്ലേറ്റാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. കണ്ടല്ലോ, എല്ലാ കുക്കീസിൻ്റെ മുകളിലും ഇതുപോലെ ഓരോന്നും നമുക്ക് വെച്ച് കൊടുക്കാം. കണ്ടല്ലോ, ഓവൻ ഓണാക്കി ഞാൻ ഇട്ടേക്കാണ് വെച്ചിട്ടുണ്ട്. 150 ഡിഗ്രി ചൂടും 15 മിനിറ്റിൻ്റെ ഉള്ളിൽ നോക്കി പുറത്തെടുക്കാം. നമുക്ക് കുക്കീസ് ഒന്ന് സർവ് ചെയ്ത് കൊടുത്താലോ? കുക്കീസ് നമുക്ക് സർവ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് ഇതുപോലെ ഒരു ട്രേ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്കൊന്ന് കുക്കീസ് സർവ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, നോക്കിക്കണി. കണ്ടല്ലോ കുക്കീസ്, കണ്ടു നോക്കിക്കേ. നമുക്ക് അതിലൊരു ബട്ടർ പേപ്പർ വയ്ക്കും. നമ്മൾ ട്രേയിലൊരു ബട്ടർ പേപ്പർ വയ്ക്കുന്നത് ഞാനത് വിട്ടുപോയി. അപ്പോൾ ഞാൻ തിരിച്ചെടുത്ത് കുക്കീസ്. കണ്ടോ, ഇത് വെച്ചിട്ട് വേണം വയ്ക്കാൻ, എന്നാലേ നമുക്കൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ നമ്മളെ കുക്കീസ് ഇതിലോട്ടൊന്നും അങ്ങോട്ട് തയ്യാറാക്കി വെച്ച് കൊടുക്കാം മക്കളെ. കണ്ടല്ലോ കണ്ടോ മക്കളെ കുക്കീസ്. ഞാൻ ഇതൊന്ന് സർവ് ചെയ്ത് കൊടുത്ത് കണ്ടു നോക്കിക്കാണി. എങ്ങനെ ഉണ്ടെന്ന് കണ്ടു നോക്കിക്കാണി. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളായിട്ട് വേണമെങ്കിൽ കൂടെ കൂടുക. താങ്ക് യു ഫോർ വാച്ചിങ്.